അയോധ്യ രാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിനായി വർഷങ്ങൾക്ക് മുൻപ് ചുവരെഴുത്ത്. രാമക്ഷേത്രത്തിനായി അന്ന് എഴുതിയത് ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ സന്തോഷത്തിലാണ് കാസർഗോഡ് ചേറ്റുകുണ്ടിലെ ഒരു പറ്റം ആളുകൾ. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ ചേറ്റുകുണ്ട് റെയിൽവേ ഗേറ്റിന് സമീപമാണ് ഈ പഴയ കെട്ടിടവും ചുമരെഴുത്തും. 1989 രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെ ആഹ്വാനപ്രകാരം രാജജന്മഭൂമി ക്ഷേത്രത്തിനായി രാജ്യമെമ്പാടും ചുവരെഴുത്ത് നടത്തിയത്. നാട്ടിൽ പലയിടത്തും ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നെങ്കിലും ചേറ്റുകുണ്ടിലെ ചുവരെഴുത്തു മാറ്റാൻ സമ്മതിച്ചില്ല. അന്ന് ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിനായി ആഗ്രഹിച്ചിരുന്നെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ ഇല്ലായിരുന്നു. ആ സമയത്ത് എല്ലാ വീടുകളിലും ഈ ശിലാപൂജനം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ആവേശത്തോടു കൂടി ജനങ്ങൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ശാഖയിൽ തന്നെ 3 സ്വയം സേവകർ കരസേവകരായിട്ട് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഭാരതത്തിലെ ഒരു അന്തരീക്ഷം രാമമയമാണ് മൊത്തത്തിൽ. അപ്പോൾ അതിൽ ചേറ്റുകൊണ്ടിരുന്ന ജനങ്ങളും പങ്കുചേരുകയാണ്. തർക്കഭൂമി തകർക്കപ്പെട്ട കാലങ്ങളിൽ ചേറ്റുകുണ്ടുകാർക്ക് ഏറെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രാണരക്ഷാർത്ഥം പലരും കർണാടകത്തിലെ മൂകാംബിക ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചു. 1992 കലാപത്തിൽ ഇവിടെ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് വിശ്വാസികൾ. പ്രാണപ്രതിഷ്ഠാ ദിനങ്ങളിൽ വിപുലമായ ആഘോഷ പരിപാടികളും പ്രത്യേക പൂജകളും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഹൈന്ദവ സംഘടനകൾ. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.